അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മളിലേവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകഥയുടെ 224 ഭാഗത്തിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രബോധനം അറേബ്യക്ക് പുറത്തേക്ക്. അപ്പം അങ്ങനെ ഹുദൈബിയ സന്ധി മുഖേന കൈവന്ന സമാധാന അന്തരീക്ഷം പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിച്ചു. വിവിധ രാജ്യങ്ങളിലെ രാജാക്കന്മാർക്കും തലവന്മാർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കത്തുകൾ അയക്കാൻ തുടങ്ങി. ഹിരിയാക്ലിയസും കോസ്റോസും അക്കാലത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തികളായിരുന്നു. ബൈസാനിൻ്റെയും പേർഷ്യയുടെയും അധിപന്മാരായിരുന്നു അവർ. അന്നത്തെ ലോക രാഷ്ട്രീയത്തിലും ജനങ്ങളിലും അപാര സ്വാധീനം ചെലുത്തിയ രാഷ്ട്രങ്ങളായിരുന്നു ഇവരൊക്കെ. ഈ ഇരു രാജ്യങ്ങളും യുദ്ധത്തിൽ ജയപരാജയങ്ങൾ പങ്കിട്ടുകൊണ്ടിരുന്നു. അവർ പരസ്പരം യുദ്ധം ചെയ്യും, ഓരോ പ്രാവശ്യം ഓരോ ആളുകൾ ജയിക്കുകയും ചെയ്യും. അങ്ങനെ പേർഷ്യക്കാരായിരുന്നു ആദ്യം വിജയം വരിച്ചത്. ഫലസ്തീനിലും ഈജിപ്തിലും അവർ അധീശത്വം സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് കുരിശ് നീക്കം ചെയ്ത് അവരാണ്. പിന്നീട് പേർഷ്യക്കാർക്ക് തിരിച്ചടി കിട്ടുകയും ഈജിപ്തിലും സിറിയയിലും ഫലസ്തീനും വീണ്ടും ബൈസാനിൻ്റെ പതാക പാറിക്കളിക്കുകയും തുടങ്ങി. താൻ വിജയം നേടുകയാണെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കാൽനടയായി തീർത്ഥാടനം ചെയ്യുകയും കുരിശ് അവിടെ പുനഃസ്ഥാപിക്കുകയും ചെയ്യുമെന്ന് വഴിപാട് നേർന്ന ഹിറിയാക്ലിസ് ചക്രവർത്തി കുരിശ് തിരിച്ചു പിടിക്കുകയാണ്. അപ്പം അവർക്കെതിരിൽ തിരിയുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും മറ്റു രാഷ്ട്രങ്ങൾ ആ കാലത്ത് ധൈര്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ അറബികളുടെ സ്ഥിതിയും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ പേർഷ്യൻ സ്വാധീനത്തിന് കീഴിലായിരുന്നു യമനും ഇറാഖും ഈജിപ്തും സിറിയയും ഹിറാക്ലിയസിൻ്റെ വരുതിയിലുമായിരുന്നു. ഇപ്പോൾ യമനും സിറിയയുമായുള്ള വ്യാപാര ബന്ധങ്ങളെ ആശ്രയിച്ചായിരുന്നല്ലോ അറേബ്യൻ ജീവിതം. അതുകൊണ്ട് തന്നെ ഈ സാമ്രാജ്യത്വ ശക്തികളിൽ നിന്നും തങ്ങളുടെ വ്യാപാരത്തിന് ഒരു കോട്ടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കോസ്റോസിനെയും ഹിറിയാക്ലിസിനെയും ഒപ്പം പ്രീണിപ്പിച്ച് ഇരിക്കേണ്ടത് അറബികളുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു. അപ്പോൾ ഈ രണ്ട് ശക്തികളെ നേരിടുന്നതിനെപ്പറ്റി ആലോചിക്കാൻ പോലും അറബികൾക്ക് അന്ന് കഴിഞ്ഞിരുന്നില്ല. കാരണം അവർ ഗോത്രങ്ങൾ പരസ്പരം അടികൂടിക്കൊണ്ടിരിക്കുന്ന കാലമായിരുന്നല്ലോ. അപ്പം ഈ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗസ്സാൻ, ഈജിപ്ത്, യമൻ, അബിസിനിയ എന്നിവിടങ്ങളിലേക്കും ആദർശ പ്രബോധനാർത്ഥം ദൂതന്മാരെ നിയോഗിക്കാനെ പറ്റി ആലോചിക്കുന്നത്. അതൊരു അത്ഭുതമായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഈ രാജാക്കന്മാരെ മുഴുവൻ സത്യദീനിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാർക്കിടയിൽ ചെന്നിട്ട് പറഞ്ഞു, സമസ്ത മനുഷ്യവർഗത്തിനും അനുഗ്രഹമായിട്ടാണ് അള്ളാഹു എന്നെ നിയോഗിച്ചിട്ടുള്ളത്. അതിനാൽ മറിയമിൻ്റെ പുത്രൻ യേശുവിനെ എതിരിൽ അപ്പോസ്തലന്മാർ ഭിന്നിച്ച പോലെ എനിക്കെതിരിൽ നിങ്ങൾ ഭിന്നിക്കരുത്. നിങ്ങളെ ഞാൻ ക്ഷണിച്ചതിലേക്ക് അദ്ദേഹവും അവരെ ക്ഷണിച്ചു. എന്നാൽ സമീപ ദിക്കുകളിലേക്ക് അദ്ദേഹം നിയോഗിച്ചവർ സംതൃപ്തിയോടെ അത് അംഗീകരിച്ചു. വിദൂരത്തേക്ക് അയച്ചവരാകട്ടെ അദ്ദേഹത്തെ വെറുക്കുകയും അടിച്ചു നിൽക്കുകയും ചെയ്തു. ഹിരിയാക്ലിയസ്, മുക്കൗസിസ്, കോസ്റോസ്, ഹീറോ രാജാവായ ഹാരിസുൽ ഗസാനി, യമൻ രാജാവായ ഹാരിസുൽ ഹിമേരി, അബിസീനിയയിലേക്ക് നേഗസ് എന്നിവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ താൻ ദൂതരെ നിയോഗിക്കാൻ പോവുകയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർന്ന് പറയാണ്. അപ്പോൾ അനുചരന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം അംഗീകരിച്ചു. അങ്ങനെ ഹിജ്റ 6-ാം വർഷത്തിൻ്റെ അന്ത്യത്തിൽ ഹുദൈബിയയിൽ നിന്ന് മടങ്ങിയ ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാജാക്കന്മാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് കത്തുകൾ എഴുതാണ്. അപ്പോൾ മുദ്രയില്ലാത്ത കത്തുകൾ രാജാക്കന്മാർ സ്വീകരിക്കുകയില്ലെന്ന് ചിലർ പറഞ്ഞപ്പോൾ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മോതിരമുണ്ടാക്കി അതിൽ 3 വരികളായിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കൊത്തി. അന്നത്തെ കാലത്ത് സന്ദേശങ്ങൾ അയക്കുമ്പോൾ സീല് നിർബന്ധമായിരുന്നു, എങ്കിലേ രാജാക്കന്മാർ അത് സ്വീകരിച്ചിരുന്നുള്ളൂ. അങ്ങനെ വിവിധ രാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് സന്ദേശങ്ങൾ ദൂതന്മാർ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഹിരിയാക്ലിസിന് അയച്ച കത്തിലെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു: പരമകാരുണികനും കരുണാവാരധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അബ്ദുള്ളയുടെ പുത്രൻ മുഹമ്മദിൽ നിന്നും ബസ്റ്റാൻഡിയൻ മേധാവി ഹിരിയാക്ലിസിനെ എഴുതുന്നത്. ദൈവത്തിൻ്റെ സന്മാർഗം അവലംബിച്ചവർക്ക് രക്ഷയുണ്ടാവട്ടെ. ഇസ്ലാമിൻ്റെ സന്ദേശത്തിലേക്ക് ഞാൻ താങ്കളെ ക്ഷണിക്കുന്നു. മുസ്ലിമായാൽ താങ്കൾക്ക് രക്ഷയുണ്ട്. അള്ളാഹു അതിന് ഇരട്ടി പ്രതിഫലം നൽകും. എതിര് നിൽക്കുകയാണെങ്കിൽ പ്രജകളുടെ കുറ്റം കൂടി ഏൽക്കേണ്ടി വരും. വേദക്കാരെ ഞങ്ങൾക്കും നിങ്ങൾക്കും തുല്യമായി അംഗീകരിക്കാവുന്ന ഒരു സന്ദേശത്തിലേക്ക് നിങ്ങൾ വരിക. അതായത് നാം അള്ളാഹുവിനെ
അല്ലാതെ ആരെയും ആരാധിക്കുകയില്ലെന്നും അവനിൽ ആരെയും പങ്കുചേർക്കുകയില്ലെന്നും അള്ളാഹു ഒഴികെ നമ്മിൽ ചിലരെ പരിരക്ഷകരാക്കി വരിക്കുകയില്ലെന്നുമുള്ള സന്ദേശം നിങ്ങൾ അവരോട് പറയുക. അങ്ങനെ കത്തുകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ദൂതന്മാരെ ഓരോ ഭരണാധികാരികളിലേക്കും വേണ്ടിയിട്ട് നിയോഗിക്കുകയാണ്. ഹിരിയാക്ലിസിനുള്ള സന്ദേശവുമായി ദിഹിയ ബിൻ ഖലീഫ റളിയല്ലാഹു അൻഹുവിനെയും നിയോഗിച്ചു. കോസ്റോസിനുള്ള സന്ദേശം അബ്ദുല്ലാ ബിൻ ഉദാഫ റളിയല്ലാഹു അൻഹുവിനെയും, നെഗസിനുള്ളത് ഉമർ ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹുവിനെയും, മുഖയ്ക്കിനുള്ളത് ഹാത്തിബ് ബിൻ അബീബൽത്ത റളിയല്ലാഹു അൻഹുവിനെയും, ഒമാനിലെ 2 രാജാക്കന്മാർക്കുള്ളത് ഹരീത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനെയും, ബഹ്റൈൻ രാജാവിനുള്ളത് അലാ ബിൻ ഹദ്റമിനെയും, സിറിയയിലെ തുക്കും രാജാവായ ഹാരിസ് ഗസാനിനുള്ളത് റജാബ് ബിൻ വഹബ് റളിയല്ലാഹു അൻഹുവിനെയും, യമൻ രാജാവായ ഹാരിസ് ബിൻ ഹിമ്യറിനുള്ളത് കത്ത് മുഹാജിർ ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹുവിനെയും ഏൽപ്പിച്ചു. അപ്പം അങ്ങനെ ഏൽപ്പിച്ച സന്ദേശവാഹകർ അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഭൂരിപക്ഷം ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നത് അവരെല്ലാം ഒരേ സമയത്താണ് പുറപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. എന്നാൽ വ്യത്യസ്തമായ സമയങ്ങളിലാണ് പുറപ്പെട്ടതെന്ന അഭിപ്രായങ്ങളും നിലവിലുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെവരും ഈ ഭാഗം കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.